ഹലോ ഫ്രണ്ട്സ്, ഒരു പുതിയ ബിസിനസ് ആശയമാണ് നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒരു ബിൽഡിംഗ് ആണ് ഇത്. ഈ ഒരു ബിൽഡിങ്ങിൻ്റെ താഴ്ഭാഗത്ത് നിന്ന് കല്ല് അതേപോലെ തന്നെ ഓടൊക്കെ ടോപ്പിലേക്ക് കയറ്റി കൊണ്ടുവരുന്ന ഒരു മെഷീനാണ്. അപ്പം പുതിയ പുതിയ ബിസിനസ് ആശയങ്ങളാണ് നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഒരു മെഷീൻ ഉപയോഗിച്ചിട്ട് എങ്ങനെ താഴത്തുനിന്ന് ഓട് ടോപ്പിലേക്ക് കയറ്റാന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവിടെ ചെറിയൊരു ബട്ടൺ ഉണ്ട്. ഇതിങ്ങനെ അമർത്തി പിടിച്ചു കഴിഞ്ഞാൽ മെഷീൻ ഓണായി ഓട് ഇങ്ങനെ കയറി വരുന്നത് കണ്ടെങ്കിൽ. അപ്പോൾ എന്തായാലും ഈ ഒരു ഹൈറ്റിലെത്തിക്കഴിഞ്ഞാൽ ഈ ഒരു മെഷീൻ ഓഫാക്കി നേരെ ഇവിടേക്ക് എത്തി ഇവിടുന്ന് ഇറക്കി വെക്കുന്ന ഒരു പ്രോസസ്സിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് റിവ്യൂ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് എൻ്റെ പേര് മുഖ്താർ. വെൽക്കം ബാക്ക് ട്രാവൽ കിങ്. ഇലക്ട്രിക് സംബന്ധമായ വീഡിയോസും അതുപോലെ തന്നെ പുതിയ ബിസിനസ് ആശയങ്ങളും നിങ്ങളെ മുന്നിലേക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ആ തൊട്ടടുത്തുള്ള സബ്സ്ക്രൈബ് ബട്ടൺ എനാബിൾ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോയാലോ. സ്പൾബറാണ് ഈ ഒരു മെഷീൻ ഫുള്ള് കൺട്രോൾ ചെയ്യുന്നത്. സ്പൾബറ ഇത് ഏകദേശം മൂന്നാമത് തന്നെയാണ്. ഒരു സ്കൂളാണ് ടോപ്പ് ഭാഗത്തേക്ക് ഓട് പിരിക്കുന്ന. നമ്മളിതേപോലെ ഓരോ സൈറ്റുകളിൽ പോയിട്ട് ഓട് അതുപോലെ മെറ്റല് അല്ലെങ്കിൽ എംസാൻഡ് എന്ത് സാധനം കല്ലായിക്കോട്ടെ ചെങ്കല്ലായിക്കോട്ടെ സാധനം കെട്ടി കഴിഞ്ഞാൽ സ്പൾബർ ടോപ്പിൽ. അതായത് സാധാരണ മനുഷ്യന്മാർക്ക് പെട്ടെന്ന് തോളിൽ വെച്ച് കയറ്റാൻ കുറച്ച് റിസ്ക് ഉള്ള സാധനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മെഷീൻ വെച്ചിട്ട് കയറ്റി കൊടുക്കും. ഇനി അതുമല്ല പെട്ടെന്ന് കയറ്റി കൊടുക്കണമെന്നുണ്ടെങ്കിൽ മനുഷ്യന്മാർക്ക് കയറ്റുന്നതിന് ഒരു പരിധി ഉണ്ട്. അത്യാവശ്യം ആയിട്ട് ഇതിപ്പോൾ ഒരു മൂന്നാമത്തെ ഫ്ലോറിലേക്ക് ഒരു തോളിലൊരു കല്ലോ അല്ലെങ്കിൽ അത് വെയിറ്റുള്ള സാധനമൊക്കെ വെച്ച് മുകളിലേക്ക് എത്തുമ്പോഴത്തേന് ഏകദേശം ആളുടെ ഇത് കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പം അതിരാവിലെ ഏകദേശം 7 മണിയായിട്ടുള്ളൂ. ഞാനിപ്പോ ഇവിടെ വന്നിട്ട് ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞു. ഒരു 6 മണിക്ക് വർക്ക് തുടങ്ങിയതുകൊണ്ട് 6 മണിക്ക് വർക്ക് തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഫാസ്റ്റിലാണ്. ഓരോ നമ്മൾ കോൺടാക്ട് എടുക്കലാണ്. നമ്മൾ ഓരോ സാധനത്തിന് ഇത് കണ്ടിട്ട് അതിന്റെ ഒരു മതിപ്പ് റേറ്റ് പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ എടുക്കലാണ്. അങ്ങനെയാണ് മെഷീൻ വാടക കൊടുത്തിട്ടല്ല. അങ്ങനെയല്ല, നിങ്ങളുടെ സൈറ്റിൽ ഓൺ സൈറ്റിലാണ് നമ്മൾ ഈ മെഷീൻ അങ്ങനെ വാടക കൊടുത്താലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇത് കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള സംഗതിയാണ്. എല്ലാവർക്കും ഒന്ന് കൺട്രോൾ ചെയ്യാൻ കഴിയും. കൺട്രോൾ എക്സ്പീരിയൻസ് നല്ല വേണം. കാരണം എന്താ വെച്ചാൽ അടിയിലൊരാൾ നിൽക്കുന്നുണ്ടാവും. ഇത് ഓപ്പറേറ്റ് ചെയ്യാന്ന് പറഞ്ഞാല് അതൊരു ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ പ്രശ്നമല്ല. പക്ഷെ എന്താന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈം വാടക എടുത്തിട്ട് നമ്മൾ കൺട്രോൾ ഒറ്റക്ക് കഴിയില്ല. പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാലുള്ളൂ ഓട്ടോമാറ്റിക്കായി ആ ഒരു പഠിപ്പ് പഠിക്കാണ്ട്. അപ്പൊ എന്തായാലും ഏതൊരു സൈറ്റ് ആയാലും ആ ഒരു സൈറ്റിലേക്ക് സ്പൾബറിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ അവിടെ പോയിട്ട് എടുക്കും. അതുപോലെ നമുക്ക് ഈ മെഷീൻ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. ഈ മെഷീന്റെ സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ ആളുകൾക്ക് വേണ്ടി എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു മെഷീൻ മൊത്തം സെറ്റായിട്ട് നമുക്ക് വീട്ടിലേക്ക് ഡെലിവറി ചെയ്ത് കൊടുക്കുന്ന ഒരു പരിപാടി കൂടി ഉണ്ട്. ഓക്കെ, നമുക്കിപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകണം. മുന്നേ ഈ ഒരു മെഷീൻ എങ്ങനെ നമുക്ക് വർക്ക് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ആ മെഷീൻ എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ അടിയിൽ ഏകദേശം ഓട് ഞാൻ കയറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഓടാണ് കയറ്റുന്നത്. ഈ ഒരു ഓടാണ് ഇത്ര ഓട് കയറ്റിപ്പോ ഓൾറെഡി. ഇതിന്റെ ഉള്ളിലൊക്കെ കുറെ ഓടുകളുണ്ട്. അതൊക്കെ നമ്മൾ കയറ്റി കഴിഞ്ഞതാണ്. ഇപ്പൊ താഴത്തെ ബിൽഡിങ്ങിന് വേണ്ട കല്ലും നമ്മൾ തന്നെയാണ് കയറ്റിയത്. ഈ ബിൽഡിങ്ങിന്റെ കല്ലും നമ്മൾ തന്നെയാണ് കയറ്റിയത്. അതായത് ഇപ്പൊ താഴത്തെ ഓട് ഒരാള് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരു മെഷീൻ ഉപയോഗിച്ച് താഴത്തുനിന്ന് എങ്ങനെ ഓട് കയറ്റുന്നത് നോക്കാം. മിസ്അപ്പിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതിന്റെ ഒരു കരാർ അടിസ്ഥാനത്തിലല്ലേ ഇത് എടുക്കുന്നത്? കരാർ അടിസ്ഥാനത്തിലാണ് നമ്മളിത് എടുക്കുന്നത്. സാധാരണ നമുക്ക് സാധനം കണ്ടിട്ട് അതിനനുസരിച്ച് റേറ്റ് പറയാം. കല്ലൊക്കെ ആണെങ്കിൽ നമുക്ക് ഓൾറെഡി ഒരു ഫിക്സ്ഡ് റേറ്റ് ഉണ്ട്. ആ ഒരു റേറ്റിൽ നമുക്ക് പറയാം. പിന്നെ അതുപോലെ മെറ്റൽ അല്ലെങ്കിൽ എംസാൻഡ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് റേറ്റ് പറയാം. നമുക്ക് സാധനം കണ്ടിട്ട് പിന്നെ സൈറ്റ് കണ്ടിട്ട് എവിടുന്ന് എത്ര ദൂരം നമുക്ക് ചിലപ്പോൾ മെഷീൻ്റെ അടുത്തല്ലായിരിക്കും സാധനമുള്ളത്. അപ്പോൾ അതിനനുസരിച്ചൊക്കെയാണ് നമ്മൾ റേറ്റ് കാര്യങ്ങളൊക്കെ പറയാം. ഏകദേശം ഇവിടെ എത്ര ഓട് ഉണ്ടായിരുന്നു ടോപ്പിലേക്ക് കയറ്റാൻ? ഏകദേശം നമ്മൾ ഒരു ദിവസം കൊണ്ട് തന്നെ 5000 ഓടൊക്കെ നമുക്ക് കയറ്റാൻ കഴിയും. പക്ഷേ നമുക്ക് മഴയോ അല്ലെങ്കിൽ മറ്റ് സാഹചര്യങ്ങളുടെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ബുദ്ധിമുട്ട്, ചിലപ്പോൾ ലേറ്റ് ആവും. അങ്ങനത്തെ ഒരു വിഷയം മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മളെ മെഷീൻ നമുക്ക് താഴത്തേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഒരു ഇതിലാണ് സ്റ്റാൻഡിലാണ് നമ്മൾ ഓട് കയറ്റുന്നത്. നമുക്ക് ഓട് അതുപോലെ സാധനങ്ങൾ കയറ്റാനുള്ള സ്റ്റാൻഡാണിത്. എംസാൻ്റെ കയറ്റാണെന്നുണ്ടെങ്കിൽ വേറെയാണ് കേട്ടോ നമുക്ക് വരുന്നത്. പിന്നെ നമുക്ക് ഇതിപ്പോൾ വേറൊരു സ്റ്റാൻഡാണ്. മുകളിലേക്ക് വരുമ്പോഴത്തേനും ഇവിടെ ഫില്ല് ചെയ്യാനുള്ള ഒരു സ്റ്റാൻഡ് നമുക്ക് താഴെ വേറെ ഉണ്ട്. ഇതിൽ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. മറ്റേ സ്റ്റാൻഡിലേക്ക് ഞാൻ നടക്കുന്നതൊന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ഏകദേശം അതുപോലെ വെക്കാം. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എക്സാമ്പിൾ ഫില്ലായിട്ടില്ല. ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഈ കയറ് ജസ്റ്റ് ഒന്ന് ഇതിലൂടെ വെച്ചിട്ട് നമുക്ക് ഈ കുളത്തിൽ നേരെ അങ്ങോട്ട് കൊളുത്തുക. ഇത്ര മാത്രമേ പണി വരുന്നുള്ളൂ. പിന്നെ നേരെ അങ്ങ് പൊക്കോളും. മുകളിലേക്ക് അങ്ങ് പൊക്കോളും ഫ്രീ ആയിട്ട്. നമുക്ക് ഈ സ്റ്റെയറൊന്നും കയറിയിട്ട് നമുക്ക് മുകളിലേക്ക് തോള് വെച്ചിട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ ഈസി ആയിട്ട് തന്നെ മുകളിലേക്ക് പോയിക്കോളും. അപ്പോൾ ഈ ഒരു ബട്ടണാണ് നമുക്ക് വരുന്നത്. ഇവിടെ നമുക്ക് മുകളിലേക്ക് പൊന്താനും അതുപോലെ താഴത്തേക്ക് പോകാനും ഒരു സ്വിച്ചാണ്. അതായത് താഴോട്ട് ഒരു ആരോ മാർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു പവർ ബ്രേക്കിംഗ് സ്വിച്ചാണ്. അതായത് പെട്ടെന്ന് ഡേഞ്ചറായിട്ട് ഇത് ലൂസായി പോവുകയോ അങ്ങനെ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മെഷീന് ഓവർ സ്വിച്ച് ജാമാവുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ സ്വിച്ച് നോക്കിയാൽ നമുക്ക് ഓട്ടോമാറ്റിക് മെഷീൻ ഓഫ് ആവും. വണ്ടി അതായത് ഈ സാധനം സ്റ്റെക്കായി നിന്നോളും. അതായത് താഴത്തുള്ള ഒരാൾക്ക് അപകടമോ അല്ലെങ്കിൽ
നമുക്ക് മുകളിലേക്ക് അപകടം ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ഇത് ലിവർ എന്താണ് വരുന്നത്? ഈ ഒരു ലിവർ ഇതിന്റെ ക്ലച്ചാണ്. അതായത് കറണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് സാധനം തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് അടിക്കിറക്കാണ്. അതായത് മെഷീന്റെ സ്വിച്ചോടല്ലാതെ നമുക്ക് ഈ സാധനം താഴത്തേക്കോ മുകളിലേക്കോ പൊന്താൻ കഴിയില്ല. അതായത് നമുക്ക് കറണ്ട് പോയെന്ന് വിചാരിച്ച് നമുക്ക് ലിവർ പിടിച്ച് താത്തിയാൽ താഴത്തേക്ക് പോകില്ല. അതിനു വേണ്ടി ഒരു കൊടുക്കുന്ന ഒരു ലിവർ ആണല്ലേ. സാധാരണ എല്ലാ മെഷീനുകളിലൊന്നും ഈ ഒരു ക്ലച്ച് വരാനില്ല. ഇത് കുറച്ച് റേറ്റ് കൂടിയ ഒരു അത്യാവശ്യം കോസ്റ്റ് കൂടിയ അതെ. ഏകദേശം എത്ര മീറ്റർ വരുന്നുണ്ട് ഇതിന്റെ റോപ്പ്? ഇതിന്റെ റോപ്പ് ഏകദേശം 60 മീറ്റർ വരുന്നുണ്ട്. 60 മീറ്റർ എന്ന് പറയുമ്പോൾ ഏകദേശം എത്ര? 10 നിലന്റെ മേലെ പോകും. 10 നിലന്റെ മുകളിൽ ഒരു ഏകദേശം ഒരു ബിൽഡിങ്ങിന്റെ ഒരു ഫ്ലോറിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 4 മീറ്റർ അതിന്റെ 3.5 മീറ്റർ ഒക്കെയാണ് മാക്സിമം വരിക. ആ ഒരു ലെവലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10 നിലന്റെ മേലെ എന്തായാലും ഇത് പോകും. കാരണം സ്വാഭാവികമായിട്ടും ഒരു ബിൽഡിങ്ങിന്റെ വർക്കൊക്കെ നടക്കുമ്പോൾ മെയിനായിട്ട് ലോഡ് ടോപ്പിലേക്ക് കയറ്റുമ്പോൾ ഒരുപാട് ആൾക്കാർ ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ക്രെയിനൊക്കെ ഉപയോഗിച്ചിട്ട് കയറ്റുന്നുണ്ട്. പക്ഷേ ഈ ഒരു കല്ല് അതുപോലെ തന്നെ ഈ ഓട് അങ്ങനത്തെ ഇതൊക്കെ മെറ്റൽ എംസാൻ്റെ ഒക്കെ ഈ ഒരു മെഷീൻ ഉപയോഗിച്ചിട്ട് എന്തായാലും ടോപ്പിലേക്ക് കയറ്റും. പിന്നെ ഇതിന്റെ മോട്ടോർ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത്? അത്യാവശ്യം നല്ല പവറാണ്. 1000 കിലോ വരെ താങ്ങാൻ കഴിയുന്ന മോട്ടോർ. 1000 കിലോ വരെ താങ്ങാൻ കഴിയും. പിന്നെ ഇതിനൊരു പരിധി ഉണ്ട്. ഈ സ്പീഡിന് ഒരു പരിധി ഉണ്ട്. ഇതിന്റെ ഒരു മാക്സിമം സ്പീഡിൽ മാത്രമേ ഇതിൽ ഇങ്ങനെ പൊന്തുള്ളൂ. ആ ഒരു സ്പീഡ് നമുക്ക് താഴ്ത്താനും പൊന്തിച്ചാനും കഴിയുള്ളൂ. അല്ലാതെ നമ്മൾ കിണറ്റിൽ നിന്നൊക്കെ നമ്മൾ വെള്ളം മുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് മുക്കാൻ കഴിയുന്ന ആ ഒരു സംവിധാനം ഇതിനില്ല. നമുക്ക് സാവധാനം തന്നെ എല്ലാ പക്ഷേ ഈസിയാണ്, ഡേഞ്ചർ ഇല്ലാത്തൊരു സംഗതിയാണ്. നമുക്ക് എന്തായാലും ഇപ്പോൾ താഴത്തിപ്പോ ലോഡ് കയറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ഒന്നും പണിയില്ല. ഈ കൈ നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി. ഈ ഒരു ബട്ടൺ ഈ ഒരു ബട്ടൺ നമുക്ക് ജസ്റ്റ് പ്രസ് ചെയ്താൽ നമുക്ക് ഈ മോട്ടർ ഓൺ ആവും. മോട്ടർ ഓൺ ആകുമ്പോൾ നമുക്ക് സൗണ്ട് കുറച്ച് കൂടുതലായിരിക്കും കേട്ടോ. സ്വിച്ച് നോക്കിയാൽ പോകണം. ഈ ഒരു സ്വിച്ചാണ് നമുക്ക് വരുന്നത്. ഈ ഒരു സ്വിച്ച് നമ്മൾ നോക്കിയിട്ട് നമുക്ക് മുകളിലേക്ക് ഒന്ന് പൊന്തിച്ച് നോക്കാം. സാധനം അവിടെ അടിയിൽ ഓട് കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓട് നമ്മൾ ട്രയൽ കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പൊക്കി നോക്കണം. ഇത് വരുന്നതാണ് നമ്മുടെ സാധനം കണ്ടോ. ഈ ഒരു സ്പീഡാണ് നമുക്ക് വരിക. ഈ ഒരു സ്പീഡിൽ നമുക്ക് സാവധാനം ഇങ്ങനെ പൊന്തി നമുക്ക് ഇവിടെ എത്തും. എത്ര ലോഡ് ഉണ്ടെങ്കിലും ഈ പറഞ്ഞ ഈ 1000 കിലോ വരെ ലോഡാണ് ഇതിന് കപ്പാസിറ്റി പറയുന്നത്. പക്ഷെ 1000 ലോഡ് നമ്മൾ കയറ്റില്ല. അതിൻ്റെ പകുതിയോ അല്ലെങ്കിൽ ഏകദേശം ഒരു ഭാഗമൊക്കെ നമുക്ക് കയറ്റിയാൽ തന്നെ ഇതിപ്പോൾ ഏകദേശം 100 കിലോന് മാക്സിമം ഉണ്ടാവുള്ളൂ. 100 കിലോന് ഉണ്ടാവില്ല ഇത്. ഒരു 50 കിലോന് 60 കിലോനൊക്കെ മാക്സിമം ഉണ്ടാവുള്ളൂ. ഇതൊന്നും നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു ലിവർ ഇവിടെ കാണുന്ന ഈ ഒരു ലിവറാണ് നമുക്ക് ഇത് ടേൺ ചെയ്യാനുള്ളത്. ഇപ്പം നമ്മൾ വിചാരിക്കും അവിടുന്ന് എങ്ങനെ ഇങ്ങോട്ട് എടുക്കാൻ കഴിയാന്ന്. അത് നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഇത് പുഷ് നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ട് വരും. നമുക്ക് ഈ കയറിലൊന്ന് ജസ്റ്റ് പിടിച്ചാൽ അത് വളരെ സിമ്പിളാണ്. ഇങ്ങനെ നമുക്ക് നേരെ താഴത്തോക്ക് ഇറക്കാം. കണ്ടോ, ഇങ്ങനെ അത്ര സിമ്പിളായിട്ട് താഴത്തുനിന്ന് ടോപ്പിലേക്ക് ഓട് കയറ്റുക. കാരണം പിടിച്ചപ്പോൾ തന്നെ ഗ്രീസ് ആയിട്ടുണ്ടോ, ഗ്രീസ് ഉണ്ട്, ചെറിയ ഗ്രീസ് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ റോഡ് മാത്രമല്ലാതെ മെറ്റൽ അതുപോലെ തന്നെ പോയി എല്ലാ ഇതും താഴത്തുനിന്ന് ടോപ്പിലേക്ക് ഏകദേശം 10 നിലൻ്റെ ടോപ്പിലേക്ക് വരെ സാധനങ്ങൾ കയറ്റും. അപ്പോൾ എന്തായാലും സ്പൾബറിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. സ്പൾബർ ഒരു മലപ്പുറത്തുകാരനാണ്. മലപ്പുറം കോഴിക്കോട് ഭാഗത്തുള്ള എല്ലാ വർക്കും സ്പൾബർ ഏറ്റെടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യക്കാരാണെങ്കിൽ ഇപ്പം തന്നെ വിളിച്ചോളി. മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് വീണ്ടും വരുന്നതാണ്. ബൈ.